എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ചവരുടെ ഇതിലേക്ക് പോകാം. നിങ്ങൾ ആ വ്യക്തിയെ ദൃഢമായി ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ദൃഢമായി നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വ്യക്തിക്കും നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളെ തിരിച്ച് ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് അന്നും എന്നും ഒക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു സ്ഫടികക്കട്ടയുടെ കനം പോലെ നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി അതിലേക്ക് വരുന്നില്ല, ആ വ്യക്തിക്ക് അതിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നടക്കുകയായിരുന്നു. നിങ്ങൾക്കെപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സന്തോഷം വരികയുള്ളൂ. കാരണം ആ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും ഓരോ സാധ്യതകളിലും എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി കൂടെ ഇല്ലാതെ കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിക്കാതെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു മാത്രമാണ് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരുന്നു. എപ്പോഴും ആ വ്യക്തി കൂടെ വേണം. പക്ഷെ പല ഘട്ടങ്ങളിലും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ടായി. എങ്ങനെയൊക്കെ തടസ്സങ്ങളുണ്ടായെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയൊക്കെ പ്രതിസന്ധികളുണ്ടായെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിസന്ധികൾ രൂക്ഷമായപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം ഒട്ടും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി. നിങ്ങൾക്ക് വിഷമമുണ്ടായി മനസ്സിൽ. പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം കിട്ടുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിക്കൊപ്പം നിറഞ്ഞു പോകാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ വ്യക്തിയുടെ സ്നേഹം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. കാരണം ആ വ്യക്തിയിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇനി നിങ്ങളെ സ്നേഹിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നതുമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായ പൂച്ചക്കുട്ടിയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകും. എപ്പോഴും ആ വ്യക്തിയോട് പുറകെ നടക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണ്. എവിടെ പോയാലും ആ വ്യക്തിക്കൊപ്പം പിന്തുടരുക, ആ വ്യക്തിക്കൊപ്പം നിൽക്കുക, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി മാത്രം പ്രവർത്തിക്കുക. അത് നിങ്ങളുടെ ഒരു എപ്പോഴത്തെ ഇഷ്ടപ്പെടുന്നൊരു പ്രവൃത്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തി അതിന് പലപ്പോഴും അനുഭവിച്ചിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ നടക്കുന്നത് ആ വ്യക്തിക്ക് ദേഷ്യമായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹത്തോടെ വിളിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു അലോസരമായിട്ട് ആ വ്യക്തി പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി, നിങ്ങൾക്ക് വിഷമമുണ്ടായി. ഞാൻ എന്ത് ചെയ്യും, എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു, അങ്ങനെയുള്ള നിരവധി വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെ അതിനെ ഡീല് ചെയ്യും എന്നുപോലും നിങ്ങൾ സംശയിച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലുണ്ടായ ആ വിഷമങ്ങളൊക്കെ മാറുകയാണ്. കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോവുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുണ്ടായ വെറുപ്പും വിദ്വേഷവും അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരും പറഞ്ഞു കൊടുത്തുണ്ടായ അകൽച്ചയൊക്കെ മാറുകയാണ്. നിങ്ങളെ മോഹിക്കുന്ന തരത്തിൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കാണാം.
നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എത്തിച്ചേരുന്നു, ആ വ്യക്തിയുടെ മോഹങ്ങൾ എത്തിച്ചേരുന്നു. അങ്ങനെ നിങ്ങളെ ഉൾക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടും, എന്താണ് ഇത്രയും നാൾ എന്നോട് സ്നേഹമില്ലാതെ ഇപ്പോൾ സ്നേഹം വന്നത്. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രണയത്തിനുള്ളൊരു അംഗീകാരമാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടി കുറേ ആളുകൾ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ പല പ്രവർത്തനങ്ങളും നടത്തി. അതെല്ലാം പരാജയപ്പെടുകയാണ്. നിങ്ങൾ വിജയിക്കുകയാണ്. നിങ്ങൾ വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അതിലുള്ള ഗുണങ്ങളുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ ആ പ്രണയത്തിലുണ്ടാകുകയാണ്. നിങ്ങൾക്കത് ഒരുപാട് ആത്മവിശ്വാസം പകരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും, അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്താൻ പോകുന്നത്. അത് നിങ്ങൾക്കുള്ള പ്രണയാംഗീകാരമാണ്. നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കാത്തിരിപ്പ്, അതിനൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥത, അതിനൊക്കെ നൽകുന്ന ഒരു സംഭാവനയാണ്, അതിനുള്ള സമ്മാനമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.